ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് കാട്ടാന ആക്രമണം. ശരിക്കും പറഞ്ഞാൽ കാട്ടാന ആക്രമണത്തിൽ വലയുകയാണ് സംസ്ഥാനം എന്ന് പറയാം. വടക്ക് മുതൽ തെക്ക് വരെ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവികളെ ഭയന്ന് ജീവിക്കേണ്ട ഗതികേടിലാണെന്ന് പറയാം. തിരുവനന്തപുരത്ത് രണ്ടിടങ്ങളിലാണ് ഇന്ന് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. പാലോട് കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. നെയ്യാർ ഡാം ആനയിരുത്തിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിലും വയനാട് ഇരുളത്തും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി നാശനഷ്ടങ്ങളുണ്ടാക്കി. ഇന്ന് രാവിലെ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് പാലോട് സ്വദേശി ജിതേന്ദ്രനെ കാട്ടാന ആക്രമിച്ചത്. മുല്ലച്ചലിന് സമീപം റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ കാട്ടാന ജിതേന്ദ്രന്റെ സ്കൂട്ടർ മറിച്ചിടുകയായിരുന്നു. വാരിയലിന് പരിക്കേറ്റ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നെയ്യാർ ഡാം ആനയിരുത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കാട്ടാന ആക്രമിച്ചത്. അനീഷ്, ഉദയകുമാർ എന്നിവർക്കാണ് പരുക്കേറ്റത്. അനീഷിന്റെ നില ഗുരുതരമാണ്. വയനാട് ഇരുളം ഓർക്കടവിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. ചാരുപറമ്പിൽ സുരേന്ദ്രന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. പത്തനംതിട്ട വടശ്ശേരിക്കര ഒളിക്കല്ലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തെക്കേമണ്ണിൽ സജിയുടെ കൃഷിസ്ഥലത്താണ് കാട്ടാനകൾ എത്തിയത്. കാട്ടാനയാക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.